LDF-ൽ നിന്നും പുറപ്പെട്ട കാലമേറെ കഴിഞ്ഞിട്ടും UDF പ്രവേശനം സാധ്യമാകാതെ ഉഴലുന്ന മുൻ നിലമ്പൂർ MLA PV അൻവറിന്റെ UDF പ്രവേശനം കൂടുതൽ അവതാളത്തിലായിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തവണ അൻവറിനെ രൂക്ഷമായി വിമർശിച്ച് എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിൽ രംഗത്തെത്തിയിരിക്കുന്നത് UDF ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയാണ്. ഇക്ബാൽ മുണ്ടേരി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ എന്ന MLA കഴിഞ്ഞ 7-8 വർഷമായി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന MLA ഒരു തികഞ്ഞ പരാജയമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഇത്തവണ മാധ്യമങ്ങളുടെ മുമ്പിലും ഇക്ബാൽ മുണ്ടേരി ആ വാക്കുകൾ ആവർത്തിക്കുകയുണ്ടായി. നമുക്ക് ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു കൃത്യമായ അതിൻ്റെ ഒരു ത്രെഡ് മെയിൻ പോയിൻ്റാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷം ഇവിടെ PV അൻവർ MLA ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CPM-നും ഇടതുപക്ഷത്തിനും പിണറായിക്കുമെതിരെയുള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അൻവറിന്റെ UDF പ്രവേശനത്തിൽ മുസ്ലിം ലീഗിലെ പ്രാദേശിക നേതൃത്വം, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അടക്കം അതൃപ്തരാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വാക്കുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അൻവർ സ്വയം അവകാശപ്പെടുന്നത് താൻ ഏറ്റവും മികച്ച കേരളത്തിലെ MLA-മാരിൽ ഒരാളായിരുന്നു എന്നാണ്. ആ അൻവറിനെയാണ് തികഞ്ഞ പരാജയമെന്ന് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് തന്നെ അഭിസംബോധന ചെയ്യുന്നത്. അൻവർ കുറച്ചു കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയും തന്റെ പുതിയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും UDF ക്യാമ്പിൽ ഒന്ന് കയറ്റിയെടുക്കുക എന്നതാണ്. എന്നാൽ UDF ക്യാമ്പിലെ തന്നെ ഒരു പ്രബല വിഭാഗത്തിന്റെ എതിർപ്പ് അതിന് വലിയ തടസ്സമാകുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത്. എന്നാൽ അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അതിൽ പലതും നിലനിൽക്കുന്നതല്ല എന്നും പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിയുകയുണ്ടായി. എന്നാൽ അൻവർ തൻ്റെ പാത തുടർന്നു. അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഓരോ വാർത്താ സമ്മേളനത്തിലും ഉന്നയിക്കാൻ തുടങ്ങി. പക്ഷെ പതുക്കെ ജനം അൻവറിനെ കാര്യമായി എടുക്കുന്നത് അവസാനിപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അൻവർ പുതിയ രാഷ്ട്രീയ മേച്ചിൻപുറങ്ങൾ തിരഞ്ഞ് ഒരു വലിയ യാത്ര തന്നെ നടത്തിയിരുന്നു എന്ന് പറയാൻ സാധിക്കും. ആദ്യം DMK-യുടെ ഭാഗമാകാൻ ഒരു ശ്രമം അൻവർ നടത്തി. അതിൻ്റെ ഭാഗമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ സമ്മേളനമടക്കം നടത്തി വലിയ കൊട്ടിഘോഷങ്ങൾ നടത്തിയിരുന്നു PV അൻവർ. എന്നാൽ അൻവറിന് മുമ്പിൽ DMK-യുടെ വാതിലുകൾ സ്റ്റാലിൻ എന്നേക്കുമായി അടച്ചതോടെ അൻവർ ദേശീയ പാർട്ടികളുടെ മുമ്പിൽ അവരുടെ വാതിലുകളിൽ മുട്ടാൻ തുടങ്ങുകയുണ്ടായി. സമാജ്വാദി പാർട്ടി മുതൽ തൃണമൂൽ കോൺഗ്രസ് വരെയുള്ള ദേശീയ പാർട്ടികളുടെ വാതിൽ മുട്ടിയ അൻവറിന് ഒടുവിൽ വാതിൽ തുറന്നു കിട്ടിയത് തൃണമൂൽ കോൺഗ്രസിന് മുമ്പിലാണ്. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേരണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന അവസ്ഥ എത്തിയപ്പോൾ അൻവർ രാജിവെക്കുകയുണ്ടായി. ഇപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നിലമ്പൂരിൽ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അൻവർ ആഗ്രഹിക്കുന്നത് നിലമ്പൂരിൽ മലപ്പുറം DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയ് സ്ഥാനാർത്ഥിയാകണമെന്നാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരു പ്രബല സ്ഥാനാർത്ഥി മോഹി അവിടെ സ്ഥലം ഉള്ളപ്പോൾ നിലവിൽ തന്നെ അൻവർ ഒരു വട്ടം പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും അൻവറിന് ഒരു തിരിച്ചടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അൻവർ UDF-ലേക്ക് എത്തുന്നതിൽ UDF-ലെ ഒരു പ്രബല വിഭാഗത്തിന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിനും എതിർപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഈ വാക്കുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അൻവറിന്റെ അലച്ചിൽ, UDF ക്യാമ്പിൽ ഒന്ന് കയറിപ്പറ്റാനുള്ള അലച്ചിൽ അത് ഉടനെങ്ങും അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല.